ദുരന്ത നിവാരണ ധനസഹായത്തിൽ കേരളത്തോട് കേന്ദ്രം തുടരുന്നത് സമ്പൂർണ്ണ അവഗണന. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് 2023-25 കാലയളവിൽ കേന്ദ്രം നൽകിയത് 36,000 കോടി രൂപയാണ്. വയനാടിനായി 2,221 കോടി ആവശ്യപ്പെട്ട കേരളത്തിനാണ് കേവലം 260 കോടി രൂപ മാത്രം കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തത്. അബ്ദുൾ റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട്ടിലെ പ്രളയ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുനരധിവാസ പദ്ധതികൾക്കായി കേരളത്തെ വീണ്ടും അവഗണിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വിവിധ സംസ്ഥാനങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള തുകയിൽ നിന്ന് കേരളത്തിന് ഏറ്റവും കുറവ് തുകയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. അസമിനും ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെയും കോടിക്കണക്കിന് രൂപ നൽകിയപ്പോൾ കേരളത്തിന് 260.56 കോടി രൂപ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഈ മേഖലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ രേഖകളും കൃത്യമായി തന്നെ സാങ്കേതിക തടസ്സങ്ങൾ ഒന്നും ഇല്ലാതെ കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം കേരള ഹൈക്കോടതിക്കും കേരള സംസ്ഥാന ഘടകം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള രേഖകൾ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഈ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഈ ഫണ്ട് അനുവദിക്കാനാകുന്നില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതേസമയം BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെയും കൈയഴിഞ്ഞുള്ള സഹായം BJPയുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. അസമിനെ പുനർനിർമ്മാണത്തിനായി 1,270 കോടി രൂപയും, ഹിമാചൽ പ്രദേശിന് 2,006, ഉത്തരാഖണ്ഡിന് 1,678 കോടി രൂപയുമാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും കേരളത്തോട് കാണിക്കുന്ന ഈ ചിറ്റമ്മ നയത്തിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. സംസ്ഥാനത്തെ വലിയ ഒരു ഈ പ്രളയ മേഖലയോടും അതോടൊപ്പം സാമ്പത്തികമായും വലിയ പ്രതിസന്ധിയിലേക്ക് നീക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും പുനരധിവാസ പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഫണ്ട് അനുവദിക്കാതെ വീണ്ടും വരിഞ്ഞു മുറുക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. 2,221 കോടി രൂപയാണ് ധനസഹായമായി പ്രഖ്യാപിക്കണമെന്നുള്ള കാര്യം കേരളം കേന്ദ്രത്തെയും അതോടൊപ്പം ഹൈക്കോടതിയും ഒക്കെ തന്നെയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രളയബാധിതരുടെ കടം എഴുതി തള്ളാനുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിരന്തരം കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടുന്നുണ്ടെങ്കിൽ പോലും അതിലും ഒരു മറുപടി പറയാൻ കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറാവുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഈ BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾ തന്നെയും വാരിക്കോരി കൊടുക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ഇതിനോടകം തന്നെ വിവിധ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ വയനാടിന്റെ MP-യും അതോടൊപ്പം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായി നിലനിൽക്കുകയും ചെയ്തിട്ടുള്ളത്. മുൻ MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. എന്തായാലും കേരളത്തെ വീണ്ടും അവഗണിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിവിധ പദ്ധതികളൊക്കെ തന്നെയും വെട്ടിച്ചുരുക്കുകയും അതോടൊപ്പം ഈ വയനാട് മറ്റു മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പ്രളയവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പദ്ധതികൾക്ക് കേവലം 260 കോടി മാത്രം നൽകിക്കൊണ്ടാണ് കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണന തുടരുന്നത്. തീർച്ചയായും അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.